സമ്മതമില്ലാത്തതായിട്ടുള്ളൂ. എന്തൊക്കെ തന്നെയാലും വാ, എൻ്റെ വിവാഹം മംഗളമാക്കി തരുവാൻ നിങ്ങൾ വരണം. അതെൻ്റെ ആഗ്രഹമാണ്. നിങ്ങൾ രണ്ടുപേരും എത്തണം. നാളെ എന്തായാലും തീർച്ചയായും റിസ്വാൻ വക്കീലും ഉമ്മയും ഉപ്പയൊക്കെ എത്തും. നമുക്കൊന്ന് അവരെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിലേക്ക് പോയാലോ? ശരിക്കും ആഷി ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ സഫീറിൻ്റെ മനസ്സിൽ ചെറിയ ആഗ്രഹമുണ്ടായി. പക്ഷേ റിസ്വാനെ ഞാൻ കാണുമ്പോൾ അവൾ എത്രമാത്രം വിഷമിക്കും. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, ഞാൻ വരണോ? എനിക്ക് അവളെ മുഖം ഫേസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്താ ചെയ്യുക? ഞാൻ വരണോ? അതിനെന്താ, വന്നേ തീരൂ. വരണം. അതെ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ തമ്മിലൊരു വലിയ സൗഹൃദം തന്നെ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ തമ്മിൽ, ആ ഉപ്പയും നമ്മളും തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. ശരിയാണ്, നിങ്ങളുടെ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും നമുക്ക് ആ സൗഹൃദം കാത്തു സൂക്ഷിക്കണം. എന്നാൽ അത് കേട്ടപ്പോൾ സഫീറിൻ്റെ മനസ്സിൽ, റബ്ബേ, പാവം റിസ്വാൻ വക്കീൽ, അവളോടെല്ലാം തുറന്നു പറയണം. എൻ്റെ മനസ്സിലെ വിഷമങ്ങൾ, ദുഃഖങ്ങളെല്ലാം, എൻ്റെ വീട്ടിലെ സ്ഥിതിഗതികളെല്ലാം അവളോടെങ്കിലും ഒന്ന് തുറന്നു പറയണം. ആ കുഞ്ഞിനെ അവർ ഏത് നിമിഷവും കൊല്ലാനും ചാൻസ് ഉണ്ട്. അതൊക്കെ രക്ഷിക്കണം റിസ്വാൻ വക്കീലിനോട്. അതെല്ലാം പറഞ്ഞു വെക്കണം. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജസീറും എൻ്റെ ഉമ്മയും ഒന്നിനും മടിക്കാത്തതായിട്ട് പറയും. അതെ, ഈ കാര്യങ്ങൾ അവളെ പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകും. ശരിക്കും അതാ സഫീറും വിചാരിക്കുന്നു. അങ്ങനെ അതാ ആഷി ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ഇൻഷാ അല്ലാഹ് വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം എന്നും പറയുന്നു. എന്നാൽ ഇവർ തമ്മിൽ ഫോൺ ചെയ്യുന്നത് ജസീറും ഉമ്മയും ശരിക്കും കാണുന്നുണ്ട്. കണ്ടില്ലേ, മറ്റവനായിരിക്കും ആ മോലിയർ. അവനെ പഴപ്പിക്കാൻ നടക്കുകയാണ്. എന്താന്നില്ല, അവനെ നേർവഴിയിലാക്കാൻ നടത്തണം. പകരം വേറെ എന്തൊക്കെ നടക്കുന്നുണ്ട് ആർക്കറിയാം. ഒരു പെണ്ണിനെയും കൊണ്ടൊക്കെ വന്നിക്കണം. ഓൻ്റെ പണിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും വേണ്ടില്ല, ഉമ്മ വിട്ടുകൊടുക്കരുത്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നൂർജഹാനെ കൊണ്ട് മാത്രം സഫീറിനെ വിവാഹം കഴിപ്പിക്കണം, പെട്ടെന്ന് തന്നെ. അവൻ്റെ ഇഷ്ടങ്ങളൊന്നും ഇവിടെ നടക്കാൻ പാടില്ല. എൻ്റെ ഇഷ്ടങ്ങൾ നടന്നിട്ടില്ലല്ലോ, പിന്നെ അവൻ്റേതായിട്ട് ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കുന്നത് ശരിയാണോ ഉമ്മ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ ഇഷ്ടങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ഇഷ്ടം ഒരിക്കൽ പോലും ഈ തറവാട്ടിൽ നടക്കുവാൻ പാടില്ല ഉമ്മ. ശരിക്കും ഉമ്മയുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവനത് പറഞ്ഞു. ഇല്ലടാ, നിൻ്റെ നടന്നിട്ടില്ലെങ്കിൽ അവൻ്റെ നടന്നിട്ടില്ല. ഇവിടെ എൻ്റെ ഇഷ്ടങ്ങൾ നടക്കുള്ളൂ. നൂർജഹാനെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പോൾ തന്നെ ഉമ്മ അതാ ആങ്ങളേക്ക് വിളിക്കുന്നു. ഹലോ, കാക്ക, പിന്നെ നൂർജഹാനുമായുള്ള സഫീറിൻ്റെ വിവാഹം പെട്ടെന്ന് നമുക്ക് ഉറപ്പിക്കണം കേട്ടോ. നിക്കാഹിൻ്റെ കാര്യങ്ങൾ, ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ആക്കണം കേട്ടോ. ഇനി അധികം വൈകിപ്പിക്കരുത് കേട്ടോ. ആയിക്കോട്ടെ, സമ്മതമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അങ്ങനെ അവിടെയും കല്യാണത്തിൻ്റെ ചർച്ചകളിലേക്ക് അവർ നടക്കുകയാണ്, സഫീർ അറിയാതെ. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.